നമുക്ക് ഏതെങ്കിലും ഒരു CPM-കാരനോട് ഇഷ്ടം തോന്നിയിരുന്നെങ്കിൽ ആ CPM നേതാവിന്റെ പേര് ജി സുധാകരൻ എന്നാണ്. അദ്ദേഹം മറന്ന ഒരനുഭവം ഞാൻ ഈ വേദിയിൽ ഒന്ന് പങ്കുവെക്കാൻ പോവുകയാണ്. സാറിന് ഓർമ്മയുണ്ടാവില്ല, നമ്മൾ പ്രതിപക്ഷത്തായി 2016 നിയമസഭയിലേക്ക് വന്ന ശേഷം അതിന് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ, പോലീസിന്റെ വീഴ്ചകളെ സംബന്ധിച്ച് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ എന്നെ നിയോഗിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസിന്റെ വീഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന്, നമ്മുടെ മട്ടന്നൂർ ഷുഹൈബിനെയും ശരത്ലാലിനെയും കൃപേഷിനെയും ഒക്കെ കൊന്ന കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് CBI അന്വേഷണം ഒഴിവാക്കാൻ വേണ്ടി സിറ്റിംഗ് ഒന്നിന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതിനെ വിമർശിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ സാർ എന്റെ ടീച്ചറാ, എന്നെ പട്ടാമ്പി കോളേജിൽ പഠിപ്പിച്ച ടീച്ചറാ, എന്റെ ക്ലാസ് ടീച്ചറായിരുന്നു. ഞാൻ BBA ടീച്ചറുള്ള സമയത്താണ് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം പട്ടാമ്പി കോളേജിലെ ജനറൽ സെക്രട്ടറി ആയിട്ട് ജയിക്കുന്നത്. ആ സമയത്താണ്. അപ്പൊ ഞാൻ വേറെ ടീച്ചറെ കാണുന്നത്. അപ്പം എന്റെ ടീച്ചറാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോ ഈ അടിയന്തര പ്രമേയത്തിന് ആദ്യം മുഖ്യമന്ത്രി ഒരു മറുപടി പറയും, നമ്മൾ നോട്ടീസ് കൊടുത്തോടെ. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി തീർത്തും സെൻസിറ്റീവ് അല്ലാതെ വളരെ യാന്ത്രികമായി നമ്മൾ ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങളെ, നോട്ടീസ് കൊടുത്ത കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പരാമർശിക്കാതെ വെറുതെ ഒരു ലഘുലേഖ ഇറക്കണ പോലത്തെ ഒരു മറുപടി പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ലോക്നാഥ് ബെഹ്റയാണോ ആഭ്യന്തരമന്ത്രി അതോ പിണറായി വിജയനാണോ ആഭ്യന്തരമന്ത്രി എന്ന് ഞാൻ ചോദിച്ചു. ഉടനെ ഒരാൾ എഴുന്നേറ്റു, പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രിയായിരുന്ന ഒരാൾ എഴുന്നേറ്റിട്ട് പോയിന്റ് ഓഫ് ഓർഡർ പറയാ, സ്പീക്കർ കൊടുക്കാതിരിക്കുന്നു. അടിയന്തര പ്രമേയത്തിൽ സാധാരണ അങ്ങനെ പോയിന്റ് ഓഫ് ഓർഡർ പെട്ടെന്ന് കൊടുക്കാറില്ല. പക്ഷെ മിനിസ്റ്റർ ആയിരുന്ന ഒരാൾ എഴുന്നേറ്റിട്ട് പോയിന്റ് ഓഫ് ഓർഡർ വന്നിട്ട് പറഞ്ഞു, ആ പറയുന്നത് ഓർഡറിലല്ല, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ DGP-യുടെ താഴെയാണ് എന്നുള്ളതാണ് ആ അംഗം പറഞ്ഞത്. അത് സഭാരേഖകളിൽ ഉണ്ടാവാൻ പാടില്ല, അത് നീക്കം ചെയ്യണം എന്ന് അവിടുന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം. ആ ആവശ്യപ്പെട്ട അന്നത്തെ മന്ത്രിയുടെ പേരാണ് ജി സുധാകരൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് ചെന്നു. അപ്പൊ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചു. ക്യാൻറ്റീനിലേക്ക് ചെന്നപ്പോ എന്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഒരു പ്രതിപക്ഷ അംഗത്തിന് ഇതിലും നല്ല അടി മുഖ്യമന്ത്രിക്ക് കൊടുക്കാനില്ല. പക്ഷെ ഞാൻ ആ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോ അതിനെ എതിർക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം, അത് പറയലും എന്റെ ധർമ്മം, അത് എതിർക്കേണ്ടത് ഉത്തരവാദിത്വം. അപ്പൊ ഫ്ലോറിന്റെ പുറത്തേക്കിട്ട് ഞാൻ പറയുന്നു, ഒരു പ്രതിപക്ഷ അംഗം എന്നുള്ള നിലക്ക് ആ മൊത്തം നടത്തിയ പ്രസംഗത്തിൽ ഏറ്റവും കുറിക്കൊള്ളുന്ന വാചകം അതായിരുന്നു എന്നുള്ളത്. സാർ, അങ്ങയുടെ പ്രവൃത്തിയെ ചെറ്റത്തരമെന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെകിടത്തിട്ടടി കേരളം കൊടുക്കുമെന്ന കാര്യത്തിന് ഒരു സംശയമാണ്. അത് കൊടുക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിട്ട് മാറും. LDF-ന്റെ സിറ്റിംഗ് MLA CC മുകുന്ദൻ ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? LDF-ന്റെ MLA ആയിരുന്ന വൈക്കം അജിത്ത് ഇപ്പൊ BJP-യിൽ മത്സരിക്കുക. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അതിന്റെ പേരിൽ BJP-യിൽ പോയി അജിത്ത് മത്സരിക്കുന്നതിന്റെ പേരിൽ ഒരു പ്രസ്താവന, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, എന്തെങ്കിലും ഒന്ന് നടത്തിയതായിട്ട് നിങ്ങൾ കണ്ടോ? ഇല്ല. ഇനി രാജേന്ദ്രൻ, ഇടുക്കിയിലെ നമ്മുടെ മണിയാശാന്റെ ഒക്കെ സ്വന്തം ആളായിരുന്നു. CPM-ന്റെ പിണറായി വിജയൻ സാറിന്റെ ഒക്കെ സ്വന്തം ആളായിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അവർ BJP പോകുമ്പോൾ ഉണ്ടോ? ഇത് സുധാകരൻ സാർ സ്വതന്ത്രനായി നിന്ന് ആ ജനാധിപത്യ പോരാട്ടത്തിന് നമ്മൾ അതിനൊരു പിന്തുണ കൊടുക്കുമ്പോഴത്തേക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറ്റത്തറ. എനിക്കത് കേട്ടപ്പോ ആദ്യം ഓർമ്മ എന്താണെന്നറിയും സാറേ? എനിക്കത് കേട്ടപ്പോ ആദ്യം ഓർമ്മ വന്നത്, നമ്മുടെ പ്രേമചന്ദ്രനെ ഇതുപോലെ ഒരു പേര് പുള്ളി വിളിച്ചതിന്റെ ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും പുള്ളിയുടെ ഭൂരിപക്ഷം വെച്ചടി മേലോട്ടാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. അതുപോലെ ഞാൻ പറയുന്നു, അമ്പലപ്പുഴയുടെയും ആലപ്പുഴയുടെയും കേരളത്തിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിൽ
നിങ്ങൾ ഒന്നിച്ച് മനസ്സ് വെച്ചാൽ ഇവിടെ പുതിയ ചരിത്രം പിറക്കും. ആ ചരിത്രത്തിന്റെ പേരാണ് ജി സുധാകരൻ സാറ് ഈ മണ്ഡലത്തിൽ ജയിച്ചു വരാൻ. അത് ജയിപ്പിക്കുമല്ലോ, അത് ഏറ്റല്ലോ. കേരളത്തിൽ ഒന്നാകെ ആഞ്ഞു വീശുക, കേരളത്തിൽ ഒന്നാകെ. ഇപ്പൊ സുധാകരൻ സാർ പാർട്ടിക്ക് പുറത്തും പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കാരനുമാണ്. കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തും പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കകത്തുമാണ്. പിന്നെ ടി കെ ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്തും പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കകത്തും. അപ്പൊ പാർട്ടിക്കാരെ വേണ്ട എന്നുള്ളതും ജനങ്ങൾക്കാരെ വേണ്ട എന്നുള്ളതും കൃത്യമായി മനസ്സിലാവുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറണം.